ഫുൾ അടിപിടിയാണ്, ഒരു രക്ഷയില്ല. വെരി ഗുഡ് ബട്ട് ടു ബ്രൂട്ടൽ. ചോരക്കളി എങ്ങനെയുണ്ട്? വയലൻസ് എങ്ങനെയുണ്ട് കേരളത്തിൽ? ഇത്ര വയലൻസ് കണ്ടിട്ടുണ്ടോ? ലോക സിനിമകൾ ഭയങ്കര ബ്രൂട്ടൽ. ചില പടം എങ്ങനെയുണ്ടോ? ക്യാമറ തട്ടി മാറ്റില്ലേ? വയലൻസ് ആണ് മെയിൻ. വയലൻസ് എങ്ങനെയുണ്ട്? തന്നെ ഒന്നാണ് അടിപൊളിയുണ്ട്. വയലൻസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ ഇത്രയും വയലൻസ് ഉണ്ടായിട്ടില്ല. കടുത്ത വയലൻസ് ആണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? സൂപ്പർ. ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി പടം. കേരളത്തിന്റെ റബൽക്കിന് മുദ്രാണ്. നമ്മള് വയലൻസ് പറയുമ്പോ കേരളത്തിൽ ഇത്രയും വയലൻസ് നമ്മൾ പ്രതീക്ഷ അത്രയ്ക്ക്. ചില സീനിൽ നമ്മൾ കണ്ണടച്ചൊക്കെ പോകും. ഭയങ്കര വയലൻസാ. പടം നല്ല ഇമോഷനും ആക്ഷനും എല്ലാമായിട്ട് നല്ലൊരു മൂവി. എല്ലാവരും കാണണം. ഇങ്ങനെയൊരു പുതിയ ഒരു പയ്യനുണ്ടല്ലോ, എന്താണ് പേര്? ഇഷാന വന്ന് ഫസ്റ്റ് ഹാഫ് വരെ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണും, കണ്ട് വയലൻസ് ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പറ്റി. വയലൻസ് ഒക്കെ നല്ല രീതിയിലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സൂപ്പറായിട്ട് നിങ്ങൾ കാണും. ഈ സിനിമ ടാഗ്ലൈൻ ആണല്ലോ മോസ്റ്റ് വയലന്റ് മൂവി എന്നാണല്ലോ. അത് മോസ്റ്റ് വയലന്റ് മൂവി ഇൻ മലയാളം സിനിമ എന്നാ. ഒരു വയലൻസ് ഉണ്ടോ? വയലൻസ് ഉണ്ട്, പക്ഷെ അത്ര കണ്ടിരിക്കുന്ന രീതിയിലുള്ള വയലൻസേ ഉള്ളൂ. കൊറേ പേര് പറഞ്ഞു ചില സീനുകളിൽ കണ്ണു പൊത്തിപ്പോയി, എന്തോ ഭയങ്കര ഇതായി പോയെന്നൊക്കെ. ഓരോരുത്തർ പറയുന്ന അഭിപ്രായല്ലേ? അതിനുള്ള ഉണ്ടോ സിനിമയിൽ അങ്ങനെ ഒരു? നിങ്ങൾ സിനിമ കേട്ടില്ല? സിനിമ ഇമോഷനും നമ്മളെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന സംഭവങ്ങളായിട്ടുള്ള എങ്ങനെയുണ്ട്? മലയാളത്തിലെ അൾട്ടിമേറ്റ് വയലൻസ് മൂവി ഇഷാൻ ലോഞ്ച് നന്നായിട്ട്. മലയാളത്തിലെ വയലൻസ് ഇങ്ങനത്തെ ഒരു വയലൻസ് മൂവി ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും വയലൻസ് മൂവി തന്നെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ചേച്ചി? Fights were good, music was good, all actors were very good. And my son was debuting in this movie. He did too good. Unni Mukundan nailed it. Too good. Must watch. Thank you so much. Bro, how's the movie? പടം കുറച്ചും കൂടി അടിപൊളിയാണ്. ബട്ട് കുറച്ച് വയലൻസ് കൂടി പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം നമുക്കൊരു ഫാമിലി ഇത്രയും വയലൻസ് മലയാള സിനിമയിലെ എക്സ്ട്രീം വയലൻസ് ആയിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ ഉണ്ണിമുകുന്ദൻ എല്ലാവരും അടിച്ചു പൊളിച്ച് ആക്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷെ വയലൻസ് കുറച്ച് കൂടി പോയോ എന്നുള്ളൊരു അഭിപ്രായം. താങ്ക് യു. ഇത്ര വയലൻസ് ഇതിനു മുമ്പ് മലയാള സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇത്രയും എക്സ്ട്രീം ലെവല് വയലൻസ് ഒരു മലയാള മൂവിയിലും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു മൂവി കണ്ടിട്ടില്ല. അപ്പം പടം സസ്പെൻസ് ആണ്, ത്രില്ലിംഗ് ആണ്. സസ്പെൻസ് ശരിക്കില്ല, കാരണം നമ്മൾ ആദ്യം തന്നെ ഇതിലൊരു എന്താ പറയുക മുൻകൂട്ടി തന്നെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഇവരാണ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്നുള്ളത്. അപ്പം സസ്പെൻസ് ഇല്ല, പക്ഷെ ത്രില്ലറാണ്, വയലൻസ് ആണ്. ഏറ്റവും നമുക്ക് എന്താ പറയാ എടുത്തു പറയേണ്ട ഒരു കാര്യം വയലൻസ്. പക്ഷെ എല്ലാവരും നന്നായിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഉണ്ണിയുടെ പെർഫോമൻസ് ശരിക്കും നമ്മുടെ ഒരു മസിൽ സ്റ്റാർ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരു ആക്ഷൻ, ഒരു അപ്കമിങ് മലയാളം മൂവിയിൽ ആക്ഷൻ ഹീറോ ആയിട്ട് വരാൻ സാധ്യത ഉണ്ണിമുകുന്ദനാണ്. ഓക്കെ, താങ്ക് യു. ഉണ്ണിമുകുന്ദൻ എങ്ങനെയുണ്ട്? ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി പടം? സൂപ്പറാണ്. ഫാമിലി ആയിട്ട് കാണാനുള്ള ഇതുണ്ടോ? വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പേടിക്കാനുള്ളതൊക്കെയാണോ? പേടിച്ചു പോയോ?
ഹായ് Hollywood level action sequences, adipoli. Brilliant. Inni respects. Brilliant. ചേട്ടാ ഡബ്ല്യു ആണ് റിവ്യൂ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അത് സിനിമേനെ ഫുള്ള് റൺ ചെയ്യുന്നത് മലയാളം സിനിമയിൽ ഒരു ബെഞ്ച് മാർക്ക് ആവട്ടെ. ഞാൻ അധികം പറയുന്നില്ല, കാരണം ഞാൻ ഒരു പടത്തിലെ ഒരു ഭാഗമായതുകൊണ്ട്. പക്ഷെ ഇതൊരു ബെഞ്ച് മാർക്ക് ആവട്ടെ. ഷെരീഫ് ഖാനോടും ചേട്ടനോടും അനീസ് സാർ എല്ലാവരും വിളിച്ചു, എല്ലാവരും ന്യൂസ് സ്പ്രെഡ് ചെയ്യുക, മാർക്കും എല്ലാവരും കൊടുക്കുക. അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. എങ്ങനെയുണ്ട് ചേച്ചി പടം? പറയാനില്ല, നമ്മുടെ മറ്റുള്ള ഭാഷകളിലൊക്കെ ഇതേപോലത്തെ വയലന്റ് മൂവീസ് വരുമ്പോ മലയാളികൾ ഓടിപ്പോയി കാണാറുണ്ട്. അപ്പൊ നമ്മുടെ മലയാളത്തിൽ അഭിമാനിക്കാൻ ഒരു വയലന്റ് മൂവി വിത്ത് എ ഗ്രേറ്റ് സ്റ്റോറി. വെരി ഇംപ്രസ്, വെരി ഹാപ്പി. അതിലൊരു ചെറിയ പാർട്ടി ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കാം. ആക്ച്വലി ഒന്നും പറയാനില്ല. ഷെരീഫ്, ഉണ്ണി ആൻഡ് ഹനീഫ് ഓൾ ലൈക്ക് ഗുഡ് ജോബ്, എവറിബഡി. അല്ല, ഈ സിനിമയില് വയലൻസിന് ബാക്ക്ഗ്രൗണ്ട് പറയുന്ന ഒരു ഫാമിലി ബോണ്ട് ഉണ്ട്. ആ ഒരു എത്രത്തോളം ഫാമിലി ബോണ്ട് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത്. ആ ഫാമിലി ബോണ്ട് കാരണമാണ് ഇത്രയും വയലൻസ് കാണിക്കുമ്പോഴും നമുക്ക് ശരിക്കും ഒരു കൺവിൻസിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആ ഇമോഷൻസും ഉണ്ട് അതിൽ. വെറും വയലൻസ് അല്ല, ഇമോഷൻസ്. സോ ഇറ്റ്സ് ലൈക്ക് മോർ ഇംപാക്ട്ഫുൾ. ഗ്രേറ്റ് മൂവി. താങ്ക് യു സോ മച്ച്. ഇതിലായിട്ടും പോയാലോ മനുഷ്യന്റെ അതിഗംഭീരം. അതായത് മലയാള സിനിമയിലെ ഇത്രയും സെന്റിമെന്റ്സ്, ഇമോഷൻസും വയലൻസും ഫാമിലിയും എല്ലാം ചേർന്ന ഇത്രയും നല്ല ഫിലിംസ് എനിക്കൊരു ഹോളിവുഡ് ഫിലിം കാണുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത്. അമേസിംഗ് പെർഫോമൻസ് ഈസ് അമേസിംഗ്. എങ്ങനെയുണ്ട് ചേച്ചി? It's a very good movie, and I would recommend everyone to watch it. I love the movie. That's the movie. മാർക്കോ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബ്രില്യൻറ്റ്. മേക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റോറി ടെല്ലിങ്ങിന്റെ കാര്യത്തിലും ഫൈറ്റ് സീക്വൻസസിന്റെ കാര്യത്തിലും വയലൻസിന്റെ കാര്യത്തിലും ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ബ്ലെസ്ഡ്. ആൻഡ് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വയലന്റ് ജോണറിലുള്ള ഒരു സ്റ്റൈലിഷ് മൂവി എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഐ thoroughly എൻജോയ്. ഞാൻ ഇനി മിക്കവാറും 3-4 ഞാൻ ചെറിയൊരു റോൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷോ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. മേക്കിംഗ് ആൻഡ് ഓൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കാണാൻ സാധിച്ചപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു ബി ബ്രില്യൻറ്റ്. ബട്ട് ഈ ലെവലിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഐ ആം സോ ഹാപ്പി. സാധാരണ മലയാള സിനിമകളുടെ ഫൈറ്റുകൾ നാച്ചുറൽ ഫൈറ്റ് തന്നെയാണ്. പക്ഷേ മാർക്കോയുടെ ഫൈറ്റുകൾ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. സ്റ്റൈലിഷ് ആണ് ബിക്കോസ് അവർ സ്റ്റൈലി മൂവി മേക്കിങ്ങിന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റുള്ള ഭാഷകളിൽ ഇതേപോലെ സ്റ്റൈലിഷ് ഹീറോ എൻട്രി ഒക്കെ വരുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഓ വാവ് എന്തൊരു സ്റ്റൈലാണ്. നമ്മൾ വിസിലൊക്കെ അടിച്ച് കാണാറുണ്ട്. ശരിക്കും നമ്മുടെ മലയാളികൾക്ക് ഈ ഒരു സ്റ്റൈല് സത്യം പറഞ്ഞാൽ ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് മൂവി ഇൻ ടേംസ് ഓഫ് വയലൻസ്. ആ ഒരു ജോണറിൽ മലയാളികൾക്ക് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്.